ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കായിട്ടൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 4 കിലോ ചിക്കൻ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി, ഒരു 5-10 പച്ചമുളക്, 2 വേപ്പില, പച്ചമുളക് രണ്ടായിട്ട് പൊളന്ന് വയ്ക്കണം. ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 കിലോ സവോള, അത് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. അതിൻ്റെ അകത്തോട്ട് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന അതും ഇട്ട് കൊടുക്കണം. അതും ഒന്ന് നൈസായിട്ട് അതും ഒന്ന് ബ്രൗൺ കളർ ആവണം. ബ്രൗൺ കളർ ആകുന്നവരെ അത് വഴറ്റിക്കൊണ്ടിരിക്കണം. അത് ബ്രൗൺ കളർ ആയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് വേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്. ഈ കറിക്ക് നമ്മൾ പച്ചമുളകും കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് പച്ചമുളക് കൂടുതൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പച്ചമുളകും വേപ്പിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് നിറം മാറിയാൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിട്ട് നന്നായിട്ട് അതും അങ്ങോട്ട് ഇളക്കി വഴറ്റി കൊടുക്കണം. ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കണം. ഇപ്പം അത് നല്ല രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത്. മഴ പെയ്തുകൊണ്ട് പോക്കാച്ചിത്തവളയുടെ നിലവിളിയും എല്ലാം കേൾക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചത് വേവിക്കണം. നന്നായിട്ടൊന്ന് വാടട്ടെ. ഈ പ്രോസസ്സ് പിന്നെ നമ്മൾ എല്ലാ കറിയിലും ചെയ്യുന്നതാണല്ലോ. അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. കുറച്ചതിന് ശേഷമാണ് ഇത് ചേർക്കേണ്ടതെന്ന് അറിയാമല്ലോ. എന്നിട്ട് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഒരു ശകലം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ സവോളയും പൊടികളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കണം. പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ പെറുക്കി അതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു തേങ്ങ ഫുൾ തേങ്ങ എടുത്ത് അതിൻ്റെ 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ആ 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കണം. ആദ്യത്തെ പാൽ നമ്മൾ ആദ്യം പിഴിയുന്ന പാൽ, തലപ്പാലെന്ന് പറയത്തില്ല, അതെടുത്ത് മാറ്റി വയ്ക്കണം. 2ാം പാൽ ഉപയോഗിച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മസാലപ്പൊടിയൊക്കെ ഇത്തിരി കുറവാണ് ഇട്ടിരിക്കുന്നത്. അതും അതുപോലെ തന്നെ കുരുമുളക് ഇച്ചിരി എരിവ് കുറവുണ്ട്. അതുകൊണ്ട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുത്ത് ഇത്തിരി വേപ്പിലയൊക്കെ ചേർത്തു. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ ഈ കറിക്ക്, നല്ല ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൂടെ കഴിക്കാനാണ് ഒന്നും കൂടെ നല്ലത്. അപ്പം, അരിപ്പത്തിരി, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല സൂപ്പറായത് കഴിക്കാൻ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ തലപ്പാൽ ഒഴിക്കണം. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളക്കണ്ട. നന്നായിട്ടൊരു തിള വരുന്ന പരുവാകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പും എല്ലാം ഉണ്ടോയെന്ന് നോക്കണം. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് പുള്ളിക്കാരൻ്റെ അയൽക്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇന്ന് അവർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കഴിച്ചു. അവർക്കായിട്ട് നമ്മൾ കുറച്ച് പാലപ്പമാണ് മേടിച്ചിരിക്കുന്നത്. പാലപ്പവും കറിയും കൂടിയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം സെർവ് ചെയ്യാനെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു.
ഇപ്പോൾ ഇത് അവരെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഈ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാം. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ്. അപ്പം മറ്റുള്ളവർ പറയുമ്പോഴാണ് ഒന്നും കൂടെ നമുക്കത് സന്തോഷമാകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.